ബീഹാറിൽ ഇന്ത്യ സഖ്യം വളരെ അധികം പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. പശുവും ചെത്തു മോരിന്റെ പുളിയും മാറി എന്നിട്ടാണ് ഇപ്പൊ നമ്മൾ റിവ്യൂ നടത്തുന്നത്. ഇതൊരു മധുരമായ പകരം വീട്ടിലാണ്. കാരണം ബീഹാറിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെ NDAക്ക് വോട്ട് ചെയ്ത് അങ്ങനെ സർക്കാർ വന്നിട്ട് ആ സർക്കാരിന് മുഖ്യമന്ത്രിക്കും സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുത്തു എന്നത് തന്നെയാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്കിടയിൽ കൃത്യമായിട്ടുള്ള ക്യാമ്പയിനിങ് നടന്നു. മറ്റൊന്ന് മുത്തലാഖ് നിയമം. കമ്മ്യൂണൽ വോട്ടിന്റെ ഏകീകരണം എന്ന് പറയുന്ന ഒരു സാധനത്തെ പൊളിക്കുകയും അവിടെ സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. CPI-ML പോലെ ഇപ്പൊ ഇടതുപക്ഷ പാർട്ടികൾക്ക് കുറച്ചുകൂടി സീറ്റ് കൊടുക്കായിരുന്നു അവർക്ക്. കാരണം അവിടെ ഈ എത്നിക് ഗ്രൂപ്പുകളുടെ ഇടയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPI-ML നല്ല സ്വാധീനമുണ്ട് ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു പ്രതിപക്ഷമാവാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഇവരായിട്ടുള്ള മുന്നണി ബന്ധം ഒഴിവാക്കണം. നമസ്കാരം. ബീഹാറിൽ ഇന്ത്യ സഖ്യം വളരെ അധികം പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ചൊന്ന് പറയാം. പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മളിപ്പോ പശുവും ചെത്തു മോരിന്റെ പുളിയും മാറി എന്നിട്ടാണ് ഇപ്പൊ നമ്മൾ റിവ്യൂ നടത്തുന്നത്. പക്ഷെ എന്നാൽ തന്നെ ഞാൻ പലപ്പോഴും നോക്കിയിട്ടുള്ളത് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പലതും നോക്കുമ്പം ഇതിൻ്റെ യഥാർത്ഥ റീസണിലേക്ക് പലപ്പോഴും ആഴത്തിലവർ പോയിട്ടില്ല. കുറച്ചെങ്കിലും മലയാള മാധ്യമ രംഗത്ത് പോയിട്ടുള്ളത്, ദൃശ്യമാധ്യമ രംഗത്ത് വേണുഗോപാലകൃഷ്ണൻ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. എന്നാൽ തന്നെ അതിനും കാണാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഒന്ന്, ഇതൊരു മധുരമായ പകരം വീട്ടിലാണ്. കാരണം ബീഹാറിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വപ്നം കണ്ടതെന്തോ അതിപ്പോൾ പൂവണിഞ്ഞിരിക്കുന്നു. ആ പൂവണിഞ്ഞ നാട്ടിൽ അതിന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കാനുള്ള നിയോഗം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. ഗവർണർ എന്ന രീതിയിൽ പുതിയ മന്ത്രിസഭയ്ക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കാനെന്നുള്ളത് ഇതാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. ഒരു പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാന് ഇനിയിപ്പോൾ ഉപരാഷ്ട്രപതി ആവണമെന്നോ രാഷ്ട്രപതി ആവണമെന്നോ ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെ NDAക്ക് വോട്ട് ചെയ്ത് അങ്ങനെ സർക്കാർ വന്നിട്ട് ആ സർക്കാരിന് മുഖ്യമന്ത്രിക്കും സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുത്തു എന്നത് തന്നെയാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്ന ഒന്ന് ഈ ഗുണ്ടാരാജ്, ജംഗിൾ രാജ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് ബീഹാറും ഉത്തർപ്രദേശും. ഉത്തർപ്രദേശിൽ അത് അടിച്ചൊതുക്കി. അതോടുകൂടിയിട്ട് മുലായം സിംഗ് യാദവിൻ്റെയും അഖിലേഷ് യാദവിൻ്റെയും ഒക്കെ പരിപ്പിളകി. മാത്രമല്ല ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പട്ടാപ്പകൽ നടന്നു പോകാൻ പറ്റില്ലായിരുന്നു. ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും ഒപ്പം അല്ലെങ്കിൽ സഹോദരനോടൊപ്പം അച്ഛനോടും അമ്മയോടും ഒപ്പം നടന്നു പോകാൻ പറ്റാത്തൊരു വടിയായിരുന്നു. ഇവർ കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് വണ്ടി നിർത്തുക, കയറാൻ പറയുക, അല്ലെങ്കിൽ വലിച്ചു കയറ്റുക, മറ്റൊരു തടഞ്ഞു കഴിഞ്ഞാൽ അവരെ അവിടെ സ്പോട്ടിൽ തീർക്കുക. രണ്ട്, ഇവരുടെ പ്രദേശങ്ങൾ, ഇവർ കൃഷിഭൂമികൾ അവിടെയൊക്കെ കയറിയിട്ട് കൈവശപ്പെടുത്തുക. പിറ്റേന്ന് പറയാം ആ സമയത്തൊന്നും ഈ ഭരണകൂടം ഒന്നും ചെയ്യില്ലേ? ഒന്നും ചെയ്തിട്ടില്ല. അതായത് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ 47 സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണ് ഇതിൽ മാറ്റം വരുന്നത്. അതേപോലെ തന്നെ ബീഹാറിൽ മാറ്റം വരുന്നത് നിതീഷ് കുമാർ പോലും അല്ല. നിതീഷ് കുമാറിന്റെ ലാലു പ്രസാദ് യാദവും കൂടി നേടിയിട്ടുള്ള സഖ്യത്തിൽ പോലും മാറ്റം വന്നില്ല. അത് കഴിഞ്ഞിട്ട് BJPയുമായിട്ട് ഇവർ അലയൻസ് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് മാറ്റം വരുന്നത്. ഈ സാധനത്തിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പൊ ബീഹാറിൽ സ്വതന്ത്രമായി സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. മറ്റുള്ള പല സിറ്റികളിലും ഇപ്പൊ നമ്മൾ കൊച്ചിയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളടത്തൊക്കെ സഞ്ചരിക്കുന്ന പോലെ അന്ന് അവിടെ പാറ്റ്നയിലോ ലക്നൌവിലോ ഇവിടെ ഒന്നും അങ്ങനെ സഞ്ചരിക്കാൻ പറ്റില്ലായിരുന്നു. അത്ര കണ്ട് മോശപ്പെട്ട അവസ്ഥയായിരുന്നു. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര ദുരവസ്ഥയിലൂടെ കടന്നുപോയിരുന്ന ഒരു പ്രദേശമാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി. BJPക്ക് മെജോറിറ്റി ഉള്ള ഒരു അലയൻസ് അവിടെ ഉണ്ടായതിനു ശേഷം നിതീഷ് കുമാറിന്. അതിനു മുമ്പ് ആരായിരുന്നു? ലാലു പ്രസാദ് യാദവ്. പശുവിന് കൊടുക്കാനുള്ള കാലിത്തീറ്റ വരെ കട്ടെടുത്ത് കൊണ്ടുപോയ ഒരു വൃത്തികെട്ടവൻ എന്നേ പറയാൻ പറ്റുള്ളൂ. വളരെ സോഷ്യലിസ്റ്റ് ചേരിയിൽ ഉണ്ടായിരുന്നവരവരെല്ലാം. നിതീഷ് അതിന്റെ പ്രൊഡക്റ്റാണ്. ജോർജ് ഫെർണാണ്ടസിന്റെ ശിഷ്യനാണ്. അതിന്റെ എന്തെങ്കിലും സോഷ്യലിസ്റ്റ് ക്വാളിറ്റി സൂക്ഷിച്ചിട്ടുണ്ടോ? പപ്പു യാദവിനെ പോലെയുള്ള ഒരു ജയിലിലിരുന്ന് ജയിച്ച സ്ഥലമാണ്. ആലോചിച്ച് നോക്കൂ. ജയിലിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല പോയത്. ഇമാതിരി തോന്നിയാസം കാണിച്ചതിനും പോയതാ. മനുഷ്യരെ കൊന്നതിന് പോയതാണ്. ഗുണ്ടായിസം കാണിച്ചതിന് പോയതാണ്. അവിടെ നിന്നൊരു വലിയ റിഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. വേറൊന്ന്, അവിടുത്തെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്കിടയിൽ കൃത്യമായിട്ടുള്ള ക്യാമ്പയിനിങ് നടന്നു. മറ്റൊന്ന് മുത്തലാഖ് നിയമം. അപ്പം സ്ത്രീകൾ എൻബ്ലോക്കായിട്ട് വോട്ട് ചെയ്തു. പിന്നെ 10,000 രൂപ കൊടുത്തു എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണം കൂടി വരുന്നുണ്ടല്ലോ, 10,000 പൈസ കൊടുത്ത് വോട്ട് മേടിച്ചു എന്നുള്ള രീതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ 400 രൂപ കൂട്ടി കൊടുത്തില്ലേ?
1600 ഉണ്ടായിരുന്നത് 2000 ആക്കി. 2000 ആക്കി. ഇതെല്ലാം മാറി മാറി വരുന്ന ഇന്ത്യയിലെ വിവിധ സർക്കാരുകൾ ഓഫറുകൾ വെക്കാറുണ്ട്. അതേപോലെ തന്നെ ചില സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വരുമ്പോൾ സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കാറുണ്ട്. ഇതൊക്കെ തുടങ്ങി വെച്ചത് പണ്ടേ തുടങ്ങി വെച്ചത് എല്ലാവരും മത്സരിച്ച് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മാത്രം എടുത്തു പറയാനൊന്നുമില്ല. ഒന്നുകിൽ എവിടെയും കൊടുക്കരുത്. അപ്പൊ അതിലെന്റെ അഭിപ്രായം അത് തന്നെയാണ്. അത് ബീഹാറിൽ ചെയ്തത് നല്ലതാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. ഇവിടെ ചെയ്തതും ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ആം ആദ്മി ചെയ്തതും ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് മുസ്ലിം സമൂഹത്തിനകത്ത് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. മുത്തലാഖ് നിയമത്തിനെതിരായി ഇവിടെ സമരം നടത്തിയവർ സൈഡാക്കപ്പെട്ടു. മുസ്ലിം വോട്ടർമാർക്ക് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ വരെ അതിൽ പലയിടത്തും ഒവൈസി വന്ന് സ്പ്ലിറ്റ് ചെയ്തു. പക്ഷെ അല്ലാത്ത ഒവൈസി സ്ഥാനാർത്ഥികളെ നിർത്താത്ത സ്ഥലത്ത് ആ വോട്ട് NDAയിലേക്ക് ഒഴുകി എന്ന് പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്നത്? ആലോചിച്ച് നോക്കൂ. താമര ചിഹ്നത്തിന് വരെ വോട്ട് ചെയ്യാൻ മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് ബീഹാറിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാറി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങൾക്ക് നിർഭയമായി സഞ്ചരിക്കാനുള്ള അവസ്ഥ വന്നു. ഞങ്ങൾക്ക് കാട്ടിലും അവിടെ ഇവിടെ ഇരുന്ന് എന്താ പറയാ അഭിമാനബോധം എന്നൊന്നുണ്ട്. അവിടെ ഇരുന്ന് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കേണ്ടുന്ന ഒരവസ്ഥയിൽ നിന്ന് സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ ഞങ്ങൾ മാറിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി പറയുന്ന ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാന്ന് തന്നെയാണോ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം അവിടെ ഉണ്ടോ ശരിക്കും? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ ഒന്നാമത്തെ കേരള സർക്കാർ ഉൾപ്പെടെയുള്ള സർക്കാരുകളെ പിരിച്ചുവിട്ട ഏറ്റവും വലിയ ജനാധിപത്യ ദംസനം നടത്തിയിട്ടുള്ള യമ സർക്കാരിനെ വരെ ജനാധിപത്യ വിരുദ്ധമായി പിരിച്ചുവിട്ട രാജ്യത്ത് നിരവധി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളെ തങ്ങൾക്ക് അനഭിമതരാണെന്നുള്ള കാരണം കൊണ്ട് പിരിച്ചുവിട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എന്ന് മാത്രമല്ല ആ പിരിച്ചുവിടലിന് നേതൃത്വം കൊടുത്ത വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധരായിട്ടുള്ള പഴയ ഒരു നെഹ്റുവിൻ്റെയും ആ നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരയുടെയും ആ ഇന്ദിരയുടെ മകൻ രാജീവിൻ്റെയും മകനായ രാഹുൽ ഗാന്ധിക്ക് അത് പറയാനുള്ള അവകാശമില്ല. അല്ലെങ്കിൽ പറയണം എൻ്റെ തന്തയും തന്തയുടെ തള്ളയും തള്ളയുടെ തന്തയും ചെയ്തത് വൃത്തികളാണ് എന്നുള്ളത് പറഞ്ഞിട്ട് വേണത് പറയാൻ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ ദംസനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതാ. അതുമല്ല, സിഖ് കൂട്ടക്കൊലയെ കുറിച്ച് ചോദിച്ചിട്ടുള്ളപ്പം ഒരു വൻമരം വീഴുമ്പോൾ ഭൂമി ചെറുതായൊന്ന് കുലുങ്ങുന്നതാണ്. ഭൂമി പിന്നെയും കുലുങ്ങി. ആ കുലുങ്ങില ശ്രീപെരുമ്പത്തൂരിൽ കുലുങ്ങിയത്. കാരണം ഞാൻ ചോദ്യം വന്നപ്പോൾ കുറച്ച് ഇമോഷണലായതാ. രാഹുൽ ഗാന്ധി പാവം മനുഷ്യനാ. രാഹുൽ ഗാന്ധിക്ക് ഈ നാട് നന്നാക്കണം എന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇമ്മച്വറാണ്, കൺസിസ്റ്റൻസി ഇല്ല, സ്റ്റെബിലിറ്റി ഇല്ല, ഒരു കാര്യത്തിന് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല, ഒരു പൊളിറ്റിക്കൽ എയിം ഇല്ല. അപ്പപ്പോൾ തോന്നുന്ന കാര്യങ്ങളിലാണ്. ചോദ്യം കൊണ്ട് ഞാൻ കുറച്ച് വഴി മാറിപ്പോയി. പിന്നെ വേറെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊന്ന് മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുമെന്നാണ് ലാലു പ്രസാദ്, അതായത് തേജസ്വി യാദവ് മുന്നോട്ട് പ്രതീക്ഷിച്ചൊരു കാര്യം. മുസ്ലിം യാദവ വോട്ടുകൾ അവർ കേന്ദ്രീകരിച്ചു കൊണ്ടുപോയി. മുസ്ലിം യാദവ വോട്ടുകൾ ഐക്യപ്പെട്ട് വരുമ്പം തങ്ങൾക്ക് ജയിക്കാം എന്നാണ് പ്രതീക്ഷിച്ചത്. മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ വീണു. കിഷൻഗഞ്ച് മേഖലയിൽ ഒവൈസി കൊണ്ടുപോയി. ബാക്കിയുള്ളിടത്ത് മുസ്ലിം വോട്ടുകളിൽ ചെറിയ ഒരു വിഭാഗം NDA മുന്നണിക്ക് അനുകൂലമായിട്ട് വീണു. ഇവർക്ക് അത് നഷ്ടമായി. ആ യാദവ വോട്ടുകളിലും വിള്ളലുണ്ടാക്കാൻ പറ്റി. മറ്റൊരു ജാതി രാഷ്ട്രീയത്തിൽ ഫോക്കസ് ചെയ്തില്ല. അവരെന്ത് ചെയ്തു? മുസ്ലിം വിഭാഗത്തിനെയും യാദവ് വിഭാഗത്തിൽ നിന്ന് വരെയുള്ള കാൻഡിഡേറ്റ്സിനെ നിർത്തി. ഇത് വന്നപ്പം ചെറിയ സ്പ്ലിറ്റിംഗ്. മുമ്പ് കേരളത്തിൽ എന്തായിരുന്നു? ഹിന്ദുക്കൾ മാത്രമേ BJPക്ക് വോട്ട് ചെയ്തിരുന്നു. ഇപ്പൊ അവസ്ഥ അറിയോ? ഈ കമ്മ്യൂണൽ വോട്ടിന്റെ ഏകീകരണം എന്ന് പറയുന്ന ഒരു സാധനത്തെ പൊളിക്കുകയും അവിടെ സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാ. വേറൊന്ന്, ഷാബാനു കേസിന്റെ വിധിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ ജീവനാംശവുമായി ബന്ധപ്പെട്ട അതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് 89 മറ്റോളം തോന്നണം. അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ 33 വയസ്സിൽ MP ആയതാ, 26 വയസ്സിൽ MLA ആയതാണ്. ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി യൂണിയന്റെ അധ്യക്ഷനായിരുന്നതാ. ആ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രിയാണ് 33 വയസ്സിൽ. അദ്ദേഹം 35 വയസ്സിൽ കേന്ദ്രമന്ത്രി സ്ഥാനം വലിച്ചെറിയാനിടയായത് ഷാബാനി കേസിലെ വിധി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശരിയത്ത് ലോ കൊണ്ടുവന്നപ്പോഴാണ്. എന്തായിരുന്നാലും ഒരു കാസ്റ്റ് ഡ്രൈവൺ എന്ന് പറയുന്ന സാധനത്തിൽ മാറാൻ പറ്റി. പിന്നെ ഇപ്പുറത്ത് രാഹുൽ പണിയെടുത്തിട്ടുണ്ട്, തേജസ്വിയും പണിയെടുത്തിട്ടുണ്ട്. തേജസ്സിന്റെ അനിയൻ അത് വേറെ വഴിക്കാണ്. പെമ്മക്കൾ ഇറങ്ങിപ്പോണു വീട്ടിൽ നിന്ന്, വേറെ മകൻ ഇറങ്ങിപ്പോണു. അങ്ങനെ കുടുംബകലകം നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ കാലത്തിന്റെ കാവ്യനീതിയാണ്. ലാലു പ്രസാദ് യാദവിന് ജീവിച്ചിരിക്കുമ്പോ തന്നെ എന്തായിരുന്നാലും ഒരു വൃദ്ധന്റെ മനസ്സാണ്. വേദന ഉണ്ടാവും, എന്റെ മക്കളൊക്കെ ഒരുമിച്ച് നിൽക്കണം ആഗ്രഹം ഉണ്ടാവും. ഇതൊക്കെയാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. മാത്രമല്ല, CPI-ML പോലെ ഇടതുപക്ഷ പാർട്ടികൾക്ക് കുറച്ചുകൂടി സീറ്റ് കൊടുക്കായിരുന്നു അവർക്ക്. കാരണം അവിടെ ഈ എത്നിക് ഗ്രൂപ്പുകളുടെ ഇടയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPI-ML നല്ല സ്വാധീനമുണ്ട് ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ.
CPM-നെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയായിരുന്നു വേണ്ടിയിരുന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ജയപ്രകാശ് നാരായണന്റെ നാട്ടിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു പ്രതിപക്ഷമാവാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഇവരായിട്ടുള്ള മുന്നണി ബന്ധം ഒഴിവാക്കണം. അതേപോലെ കോൺഗ്രസിന് സ്വയം നവീകരിക്കാൻ കഴിയണം. ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയെ ചവിട്ടി മുരയ്ക്കാക്കുക എന്നുള്ളതായിരിക്കണം അതിന് ആദ്യം ഈ രാഹുൽ ഗാന്ധിയും ടീമും ചെയ്യേണ്ടത്. അങ്ങനെ വന്നാൽ മാത്രമേ മറിച്ചൊരു ബദൽ രാഷ്ട്രീയത്തിന്, കാരണം പ്രതിപക്ഷമില്ലാത്തൊരു ഭരണത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ വലിയ അപകടമല്ല. ഇപ്പോൾ പ്രതിപക്ഷം ഇല്ലാത്ത അവസ്ഥയാണ്. അതിൽ നിന്ന് അവർക്ക് തിരിച്ചു വരാനുള്ള ഏകമാർഗം എന്ന് പറയുന്നത് ഈ ലാലുവിന്റെയും ഈ കുടുംബവാഴ്ചയെ ഒഴിവാക്കിക്കൊണ്ട്, തേജസ്വിയിൽ അത്രയും പ്രസംഗിക്കാനൊന്നും ബാക്കിയുള്ളവർക്ക് അറിഞ്ഞോളം നിലന്നേ, അടിത്തട്ടിൽ പണിയെടുക്കാൻ പറ്റുന്നവരുണ്ട്, അവരെ വെച്ചുകൊണ്ട് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും കൂടി ചേർന്നുകൊണ്ട് ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സ് ആയിരിക്കണം മുന്നോട്ട് വെക്കുന്നത്. അവിടെ ഈ RJD ഒക്കെ ആണെങ്കിലും മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കും എന്നുള്ളതായിരുന്നു ഇലക്ഷന്റെ മുമ്പ്. അപ്പൊ അതിലൊന്നും ഒരു കാര്യമില്ല. അതിനെ കഴിഞ്ഞും വലുതാണ് ഈ പറയുന്ന പോലെ ഈ ശുചിത്വം എന്നൊക്കെ പറയുന്ന. അല്ല, ഞാൻ പറയുന്നത് അറിയോ, ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാമെന്ന് പറയാവോ. നമുക്ക് ഓഫർ വെക്കുന്നതിന് പലതും വെക്കാം. പക്ഷെ ഈ ഓഫർ ലോജിക്കലാണോ പ്രാക്ടിക്കലാണോ എന്ന് തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി വോട്ടേഴ്സിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം. പണ്ട് പഠിപ്പും വിദ്യാഭ്യാസവും വിവരം ഉണ്ടായിരുന്നില്ല. ഇപ്പം പത്രം നമ്മുടെ നാട്ടിലെ പോലെ എല്ലാവരും വായിക്കുന്നില്ലെങ്കിലും ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം എല്ലാവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആ സാധനം കയ്യിലില്ലാത്ത ഒരു ബീഹാറിയും നമുക്കിവിടെ ജോലി എടുക്കുന്നത് തന്നെ കാണാനില്ല. അത് എല്ലാ ഗ്രാമങ്ങളിലും നെറ്റ് കവറേജും ഉണ്ട്. അതുകൊണ്ട് വിവരങ്ങൾ വിരൽത്തുമ്പിലുള്ള കാലത്തോളം വോട്ടർമാരെ പറ്റിക്കാൻ പറ്റില്ല എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്.